ഹലോ, നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം നമ്മളങ്ങനെ ഹൈദരാബാദ് എത്തി റൂമൊക്കെ എടുത്ത് ഒന്ന് ഫ്രഷായി മോർണിംഗ് രാവിലെ ഒരു 7 മണിക്ക് ഇറങ്ങുകയാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് പോണത് സൂക്കാണ്. അപ്പോൾ ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ ഓട്ടോക്കാരോട് വില പേശുന്നുണ്ട്. അപ്പോൾ ടാക്സിക്കാരൊക്കെ പറയുന്ന 2000-2500 വേണം. അപ്പോൾ അവരെല്ലാം കാണിക്കാം. അതായത് സൂ, അതുപോലെ തന്നെ സൂ പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ മാർക്കറ്റ് പറഞ്ഞു, അതുപോലെ തന്നെ നമ്മുടെ രാമോജി ഫിലിം സിറ്റി അതൊക്കെ പറഞ്ഞു കേട്ടോ അവർ. അപ്പോൾ ടോട്ടൽ അവർ 2000-2500 പറഞ്ഞു. അപ്പോൾ ശരിയായില്ല. നമ്മൾ കുറേ സംസാരിച്ച് ബാർഗെയിൻ ചെയ്തൊക്കെ നോക്കിയിട്ടോ. അപ്പോൾ വേണ്ടാന്ന് വെച്ചു. അവർ കുറേ പിന്നാലെയൊക്കെ വന്നു കേട്ടോ. 500 രൂപ അങ്ങനെയൊക്കെ കുറച്ചിട്ടൊക്കെ പറഞ്ഞു കേട്ടോ അവർ. അതായത് 2500 കുറച്ച് 2000 അങ്ങനെയൊക്കെ കുറച്ച് പറയുകയൊക്കെ ചെയ്തു. പക്ഷേ അത്രയൊന്നും ഇല്ലാതുള്ളത് അവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞപ്പോൾ നമ്മളത് വേണ്ടാന്ന് വെച്ചു കേട്ടോ. ലാസ്റ്റ് നമ്മളൊരു ഓട്ടോ കയറിയിട്ട് 150 രൂപ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് പോകുന്നത് നമ്മളിവിടെ ഇറങ്ങി കഴിഞ്ഞാൽ ഓട്ടോക്കാരിൽ നമ്മളിങ്ങനെ അങ്ങനെ ക്യാൻവാസ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ അവര് ആദ്യം 2000-3000 നമുക്ക് പറഞ്ഞിട്ട് 150 രൂപക്കാണ് ഇപ്പോൾ നമ്മൾ തൂക്കി കൊണ്ടാക്കാന്ന് പറയുന്നത്. ആദ്യം അവർ 2000-3000 അത്രയൊക്കെ രൂപയൊക്കെ പറയുമല്ലോ. വലിയ ഹ്യൂജ് എമൗണ്ടൊക്കെ ആദ്യം അവർ പറയണ്ട. പിന്നെ നമ്മൾ പാർക്കിങ് ചെയ്താൽ അവർ 100-ക്കും 50-ക്കും ഒക്കെ എടുക്കും. നമ്മൾ അവർ ഏത് നാട്ടുകാരാണ് നോക്കിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. മലയാളമാണെന്ന് പറഞ്ഞാൽ അപ്പോൾ കൂട്ടിയിട്ടൊക്കെ പറയും. കുറേ കൂട്ടി പറഞ്ഞു, കുറേ ബാർഗെയിൻ ചെയ്തിട്ടാണ് ഇപ്പോൾ 100 രൂപയ്ക്ക് നമുക്ക് സൂക്ക് പോകണം. ഫസ്റ്റ് സൂക്കാണ്. അപ്പം നമ്മൾ ഹൈദരാബാദ് സൂ ആണ് ഫസ്റ്റ് കാണാൻ പോണേ. എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ജലദോഷം ഉണ്ട്, നല്ല അടപ്പുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ കല്ലുക്കുട്ടിയുണ്ട്. നല്ലൊരു ഹായ് പറഞ്ഞ ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ് പറ. നമ്മളെങ്ങനെ പോണേ? ഹൈദരാബാദ് സൂ കാണാനാണ് ഫസ്റ്റ് പോണേ. പറ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ കേട്ടോ. അവിടുത്തെ ചായ കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വയറിനൊക്കെ പണി കിട്ടും. ചായയാണ് കേട്ടോ. നമുക്കത് ശീലമില്ലാത്തതല്ലേ, നല്ലതാണ്, ശീലമില്ലാത്തതാണ്. അപ്പോൾ ഇപ്പൊ സമയത്ത് ആയിട്ടുള്ളൂ, 7 മണിയായിട്ടുള്ളൂ. ഇപ്പൊ തന്നെ റോഡ് ഭയങ്കര ഫസ്റ്റത്തെ വീഡിയോ ഫസ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് എന്താ സൂ ആണ് കേട്ടോ. അപ്പോൾ സൂവിലെ വീഡിയോ ആണ് ഫസ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഹൈദരാബാദ് വന്നിട്ട് ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നതും സൂ ആണ് കേട്ടോ. അപ്പോൾ സൂവിലെ വിശേഷങ്ങളായിരിക്കും ഇന്ന്. ഇപ്പം നമുക്ക് നോക്കി നോക്കാം. ഇത് ഒരുപാടുണ്ട് കേട്ടോ. ഇപ്പം രാവിലെ നേരത്തെ വന്നപ്പോൾ തന്നെ നല്ല അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കട്ടെ. ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് പോകാം കേട്ടോ. കണ്ടോ, പുലിയൊക്കെ ഉണ്ട് അല്ലേ? പുലി ഉണ്ടല്ലോ, അല്ല പുലി ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവിടെ ടിക്കറ്റ് എടുക്കണം കേട്ടോ. അപ്പം നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. വലിയ ആളുകൾക്ക് 30 രൂപയും കുട്ടികൾക്ക്
15 രൂപയാണ് കേട്ടോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ടിക്കറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്യാഷ് ആയിട്ട് നമ്മൾ കൊടുക്കാൻ പറ്റില്ല. അതായത് ക്യാഷ് ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ചില്ലറയൊക്കെ ആയിട്ട് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എന്താ നെറ്റ് ബാങ്കിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. ജിപേ, ഫോൺ പേ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളൂ. സ്കാനറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ആ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ നമ്മളെ ബാഗും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് ടിക്കറ്റ് കാണിച്ചു കൊടുത്തിട്ടേ പുറത്തേക്ക് വിടുള്ളൂ കേട്ടോ. വേറെ എന്ത് സാധനം അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും അവരിവിടെ മേടിച്ച് വെക്കും. എല്ലാ സാധനങ്ങളും അവർ ബാഗും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെക്ക് ചെയ്തിട്ട് ഒക്കെ ഉള്ളൂ കേട്ടോ അകത്തേക്ക് വിടുക. ഇത് എൻട്രൻസിൻ്റെ അവിടെ കണ്ടോതാ നമ്മളപ്പോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ മൊബൈലിലായിരിക്കും. അപ്പോൾ നമ്മളത് മൊബൈലിൽ അവർ നോക്കും, എന്നിട്ട് അത് കറക്റ്റ് ആക്കിയിട്ടാണ് കേട്ടോ ഇതാക്കുക. ബാ അപ്പോൾ ഞാൻ അല്ലൂസ് ടിക്കറ്റൊക്കെ കാണിച്ചിട്ട് നമ്മൾ പോവാട്ടോ, ഉള്ളിലേക്ക് പോവാണ്. ഇതാണ് അതിൻ്റെ ഒരു എൻട്രൻസ് കേട്ടോ. ഇതാണ് ഇതാ സംഭവം. വണ്ടി വേണ്ടവർക്ക് വണ്ടിയിൽ പോകാം. അതാണ് വണ്ടീൻ്റെ ഇത് കണ്ടോ. ഇതിനെവിടെ ബുക്കിംഗ് ആവല്ലേ വണ്ടിക്ക്? ഇതാണ് കേട്ടോ നെഹ്റു പാർക്ക് സുവോളജിക്കൽ പാർക്കിന്റെ ഒരു ഒരു മാപ്പ് കേട്ടോ. ഇതാണ് അതിന്റെ എൻട്രൻസും കാര്യങ്ങളും എല്ലാം അതിന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് സംഭവം കേട്ടോ. കണ്ടോ അതിന്റെ സംഭവങ്ങൾ. അല്ലു പറയുന്നുണ്ട് കേട്ടോ. അല്ലു പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അല്ലു പറഞ്ഞു കൊടുത്തില്ലേ? ഇതാണ് അതിന്റെ ഒരു മാപ്പ്. ഇതാണ് ഏകദേശ രൂപം. ഈ പാർക്കിന്റെ ഒരു രൂപം ഇതാണ് അല്ലേ? സൂടെ ഏകദേശ രൂപ. നഞ്ഞിട്ട് വാ, അത് വണ്ടികൾ വരുന്നുണ്ട്. വാ, ഇതാണ് നമ്മൾ പോകേണ്ട വണ്ടികൾ കണ്ടോ. നമ്മൾ പോകേണ്ട വണ്ടികൾ. ഇതന്നെ നമ്മൾക്ക് വണ്ടിക്ക് പോകണ്ടേ. ടിക്കറ്റ് കൗണ്ടർ ഇവിടെയാണ്. അതൊക്ക വാ, കുറച്ച് ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. വാ, ഇത് ഇവിടുത്തെ പണിക്കാരൊക്കെയാണ് കേട്ടോ. അതാ കണ്ട രാവിലെ തന്നെ അവരെ ജോലികളിൽ അവർ ഏർപ്പെട്ടിട്ടുണ്ട്. ക്ലീനിങ് സ്റ്റാഫുകളാണെങ്കിലും എല്ലാം ആണെങ്കിലും കേട്ടോ. വാ, അതൊക്കെ അവര് ക്ലീൻ ആക്കുക കേട്ടോ. കണ്ടോ സംഭവം ക്ലീൻ ആക്കുന്ന ആളുകളുണ്ട് ഒത്തിരി കണ്ടോ. അതാണ് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു നേരത്തെ കണ്ട പോലെ ഒരു മാപ്പ് പടി ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറുക കേട്ടോ. അതാണ് വണ്ടിയിൽ കണ്ടോ, നിരത്തി വണ്ടികൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഫസ്റ്റത്തെ വണ്ടി. നമ്മൾ ഫസ്റ്റത്തെ വണ്ടി കേട്ടോ. സെക്കൻഡ് സീറ്റ് എടുക്കാം. ഇത് ഡ്രൈവ്. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറിട്ടോ. അതാണ് സംഭവം വണ്ടി. ഇത് കണ്ടോ, അതാണ് വണ്ടി. ഇത് അല്ലൂസ് ഇരുന്നു. ഇപ്പിച്ച് ഇവിടെ ഇരിക്കാണ്ട് കേട്ടോ. അല്ല സുടാ കേട്ടോ വണ്ടി. ഇതാണ് നമ്മളെ വണ്ടിന്റെ അവസ്ഥ. വണ്ടി എടുത്തിട്ടില്ല. അല്ലുവിനെ പിടിക്കണം കേട്ടോ. ആ ഫോൺ ബാഗിലുണ്ട്. നന്നായി ഫോൺ ബാഗിലിട്ടോ. നിങ്ങൾ അല്ലുവിനെ പിടിച്ചാൽ മതി കേട്ടോ. അല്ലോണ് വാ. അപ്പൊ നമ്മൾ അങ്ങനെ വണ്ടിയിൽ കയറിയിട്ട് സൂ കാണാനാണ്. ആളുകൾ വരണം, എന്നാലേ നമുക്ക് വണ്ടി എടുക്കുള്ളൂ. അല്ലു ഒതുങ്ങി ഇരിക്കണില്ല കേട്ടോ. ഞാൻ എടുത്തോളാം. ആ ഫോൺ എന്തിനാ നിങ്ങൾക്ക്? ആ ടിക്കറ്റ് വേണോ? അവര് മെസ്സേജ് കാണിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ. കണ്ടോ ഒരു മെസ്സേജ് നോക്കട്ടോ. കണ്ടോ മെസ്സേജ് നോക്ക. അയ്യോ സോറി. അങ്ങനെ നമ്മൾ വണ്ടി എടുത്തിട്ടോ. കണ്ടോ ഡാലൂസടാ. അല്ലോ പിടിച്ചിരുന്നോട്ടോ. അങ്ങനെ നമ്മൾ വണ്ടി പോവാണ്. കണ്ടോ സൂപ്പർ സൂപ്പർ സൂപ്പർ. കണ്ടോ ഉപ്പച്ചക്ക് കണ്ണടി വേണം. അടച്ചളമ്മ അമ്മമ്മ പിന്നിലുണ്ട് കേട്ടോ. അതാ മാനുണ്ട്. ഇതാ സംഭവം ഓരോ സംഭവത്തിന്റെ അവര് നിർത്തൂട്ടോ. ഇത് ബാക്കിലുണ്ട്. എത്ര ആൾക്കാരുണ്ട് കേട്ടോ വണ്ടിയില്. കേട്ടോ വണ്ടിയിൽ പോകുമ്പോ കാണാൻ പറ്റുന്ന കാഴ്ചയാണ് കേട്ടോ. അതൊക്കെ കണ്ടോ. എന്താ പറ്റുണ്ടല്ലോ. സുഖല്ലേ. ഹായ്. ഞാൻ അല്ലുവിനെ പിടിക്കണം കേട്ടോ. അല്ലുവിനെ പിടിച്ചിട്ടില്ലേ ശരിയാവൂല. കണ്ടോ അവരിവിടെ ഉണ്ടാവുന്നല്ലേ പറഞ്ഞേ. വാല്ലോ. ഫസ്റ്റ് നമ്മൾ ഇറക്കി വിട്ടത് പക്ഷികളെ സംഭവം ഇതിലാണ് കേട്ടോ. ബേർഡ്സ് ആണ് നിറയുന്നത് ഈ ഒരു സൈഡ്.
കേട്ടമ്മ ബാഗ് കേട്ടാ കേട്ടെ. അപ്പോൾ ഫസ്റ്റ് അവർ നമ്മൾ നിർത്തുന്നത് ബേഡ്സിൻ്റെ അവിടെയാണ് കേട്ടോ. പലതരം ബേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ കോഴി മുതൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാടൻ കോഴി മുതലാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാത്തരം ബേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പാരറ്റ് അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. വലിയ നമ്മളെ ഒരുപാട് കിളികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഫസ്റ്റ് അതാണ് കേട്ടോ. ആദ്യം നമ്മളെ അവരെ വണ്ടിയിൽ കൊണ്ടുവന്ന് നിർത്തുന്നത് ബേഡ്സിൻ്റെ ഭാഗത്താണ്. ആ സെക്ഷനാണ് ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള സെക്ഷനും കാര്യങ്ങളൊക്കെ കാണിച്ചു തരിക കേട്ടോ. ഫസ്റ്റ് ഇവിടെയാണ്. ആ വണ്ടി ഫുള്ളായി കഴിഞ്ഞാൽ ആ വണ്ടി എടുക്കുള്ളൂ. പിന്നെ നമ്മൾ അടുത്ത സ്റ്റേഷനിൽ ആ വണ്ടി അങ്ങനെ നിർത്തി, അങ്ങനെയാണ് സംഭവം കേട്ടോ. ഇപ്പോൾ ഓരോ സ്റ്റേഷനിൽ നിർത്തിയിട്ട് അത് കണ്ടതിന് ശേഷം അടുത്ത സ്റ്റേഷനിൽ നമ്മൾ പോയി നിൽക്കണം. അപ്പോൾ ആ വണ്ടിയിൽ ഫുള്ളാകുമ്പോൾ ആ വണ്ടി എടുക്കും. അങ്ങനെയാണ് അതിൻ്റെ സംഭവങ്ങൾ കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ബേഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അല്ലൂസിന് കുറേ കാണിച്ചൊക്കെ കൊടുത്തു. നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അതൊക്കെയാണ് ബേഡ്സിൻ്റെ ഭാഗത്തുള്ളത് കേട്ടോ. അടുത്തത് നമ്മളെ മുതലച്ചാരാണ് കേട്ടോ. കണ്ടു നോക്ക്, ഒത്തിരി ഉണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇവൻ കിടക്കുന്ന കണ്ടാലേ അതായത് ഇവൻ നല്ല ഉറക്കത്തിലാട്ടോ. നമുക്ക് ജീവനില്ലാന്നൊക്കെ തോന്നും, പക്ഷെ നല്ല പതുങ്ങി കിടക്കും കേട്ടോ. ഒരു സൗണ്ടാണ് കേട്ടാല് ഭയങ്കരമായിട്ട് അല്ലൂസിന് കണ്ടിട്ട് മതിയാവുന്നില്ല കേട്ടോ. അടുത്തത് നമ്മൾ കാണിക്കുന്നത് ജിറാഫാട്ടോ. കണ്ടോ, ജിറാഫിനെ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കാണുന്നത്. അതായത് ഇങ്ങനെ സൂലൊക്കെ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് നമുക്ക് കാണുന്നത്. അത്യാവശ്യം നടന്ന് കുഴങ്ങിട്ടോ. വണ്ടിയിലാണെന്നുണ്ടെങ്കിലും നടക്കാനും ഉണ്ട് കേട്ടോ കുറച്ച്. അവരൊരു സ്റ്റേഷനിലൊക്കെ നിർത്തി അടുത്ത സെഷനിലോട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അല്ലൂസിന് ഒക്കെ നടന്ന് കുഴങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഒരു പ്രത്യേക തരം കിളിയില്ലേ. അവിടെ പോകാൻ പറ്റുമോ? Wow. അല്ലുണ്ടോ? അല്ലുണ്ട്, ഇപ്പൊ തരാം. അതാ വരുന്നത്. കുഞ്ഞാടോ ഞാൻ ദേഷ്യം വന്നാലും ഇങ്ങനെ എത്ര പോവാട്ടെ ഇക്ക പറയാണ്. അതവിടെ ഫുഡ് കോർട്ട് ഉണ്ട്, നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം കേട്ടോ. വിശക്കുന്നുണ്ട്. എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് ഉള്ളിൽ തന്നെ ചെറിയ ഫുഡ് കോർട്ടുകൾ ഉണ്ട് കേട്ടോ. സംഭവം ഉണ്ടോ, അടിപൊളിയാണ്. അപ്പൊ നമുക്ക് ചായ ഉണ്ടോ? ചായ ഒന്നും ഇല്ല കേട്ടോ. അല്ലേ പറഞ്ഞേ, ഇറാനി ചായ. ഇതാ കോഫി, ഇതായിക്ക ചായ. നമ്മൾ ചായ കുടിച്ചിട്ട് തുടങ്ങാൻ ചോദിച്ചിട്ട് ചായ വേണം. ഒരു ഗ്ലാസ് ചായയാണ് കേട്ടോ. അത് കണ്ടോ, നമുക്ക് ഇതൊന്നും തികയില്ല കേട്ടോ നമ്മളെ മലയാളികൾക്ക്. കണ്ടോ, അപ്പൊ ഞാന് ഭയങ്കര ടയേർഡായിട്ട് അവിടെ നിന്ന് നടന്നപ്പോൾ വണ്ടിയിലാ വന്നു. പക്ഷെ നല്ല ടയേർഡ് ഉണ്ട്, നല്ല ചൂടുണ്ട്. അപ്പൊ തിരിച്ച് ചായ കുടിക്കാൻ വിചാരിച്ചു. മധുരം കമ്മിയാട്ടോ, അതിന് വലിയ കാര്യം. ഷുഗർ വളരെ കുറവാണ് ചായ. അല്ലൂസേ ഹിപ്പോപ്പൊട്ടാമസ് ആണ് കേട്ടത്. കണ്ട ഇവിടെ ഉണ്ട്. ടാറ്റ. അങ്ങനെ നമ്മൾ അടുത്തത് കണ്ടത് ഈ സംഭവമാണ് കേട്ടോ. ഇതിൻ്റെ പേരെന്താ, ഹിപ്പോപ്പൊട്ടാമസ് ആണോ എന്താണെന്നറിയില്ല കേട്ടോ. എന്തായാലും സംഭവം അടിപൊളിയല്ലേ. ഉണ്ടാക്കുക അപ്പോൾ ഞങ്ങൾ വെള്ളത്തിലിങ്ങനെ ഇറങ്ങി പോവാം കേട്ടോ. അല്ലൂസൊക്കെ ഇതൊക്കെ ഫസ്റ്റ് ടൈം കേട്ടോ. സൂ ഒക്കെ അല്ലൂസ് ഫസ്റ്റ് ടൈമാണ്. അല്ലൂസിന് ഇതൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ. നമ്മൾ കുറേ നേരം അവിടെ ആ ഒരു ഭാഗത്ത് തന്നെ നിർത്തും നമ്മുടെ.
അവന് മതിയാവുമ്പോഴേ അവന് നമ്മളെ പോരാനൊക്കെ സമ്മതിക്കുള്ളൂ കേട്ടോ. കുറേ നേരം നമ്മളിത് നോക്കി നിന്നിട്ടുണ്ടായിരുന്നു ഈ സംഭവങ്ങളൊക്കെ. ചേട്ടോ കിടക്കണം, നല്ല കടത്താട്ടോ കണ്ടോ. നല്ല ഉറക്കാണ് കേട്ടോ. പുള്ളിപ്പുലി ഇതാക്കണമല്ലോ. ഓൻ പോവാ, ഓൻ വരുന്നില്ല. അടുത്തത് നമ്മൾ കണ്ടത് പുള്ളിപ്പുലിയാണ് കേട്ടോ. അവൻ ഭയങ്കര ഉലാത്തലാണ് കണ്ടോ. സൂപ്പറായിട്ട് പോകുന്നുണ്ട്. അവൻ ഓരോടത്ത് നിൽക്കുന്നൊന്നുമില്ല. ഭയങ്കര ആലോചനയും കാര്യങ്ങളൊക്കെയാണ്. ഭയങ്കര ബിസി മാനാണ് കണ്ടോ. ഭയങ്കര കേട്ടോ. അതാ കുഞ്ഞതിന്റെ മോള് കയറിക്കണ കണ്ടോ കണ്ടോ അതെങ്ങനെ കേറുന്നു? എനിക്ക് ദേഷ്യം വരുന്നത്. അല്ല ഇതുമ്പോ കരണ്ടുണ്ടാവട്ടോ. കണ്ടോ ഓന് പ്രദക്ഷിണം വെക്കാൻ തോണ്ടില്ലേ. പ്രദക്ഷിണം വെക്കണുണ്ടോ ഓൻ കീറുന്നുണ്ട് കേട്ടോ. ആകെ അല്ലോ കറണ്ടാണല്ലോ. എന്നെ പിടിച്ചുകൊണ്ട് പോവൂല. കല്ലിരിക്കണ പോവൂല. അല്ല പോവൂല. അല്ലല്ലോ നമ്മള് പോവൂല. പെട്ടെന്ന് അടുത്തത് അലൂസേ എങ്ങട്ടാ നമ്മളെങ്ങട്ടാ? ആനനെ കാണാനല്ലേ. എലിഫന്റ് എലിഫന്റ് പറ. എലിഫന്റ് എലിഫന്റിനെ കാണാൻ പോകല്ലേ. അങ്ങനെ നമ്മൾ ഈ സൂവിൽ ലാസ്റ്റ് കാണിക്കുന്നത് ആനനെയാണ് കേട്ടോ. ആനനെയാണ് ലാസ്റ്റായിട്ട് കൊണ്ടുവന്ന് ഒരു സൈഡിലാക്കിയിട്ടുള്ള ലാസ്റ്റ് എലിഫൻ്റാണ് കേട്ടോ. സൂപ്പറാണ് കേട്ടോ. ഒരുപാടുണ്ട്. അലൂസിന് പിന്നെ ഇത് കണ്ടുകൊണ്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. രാത്രി കാണുന്നത് ഭയങ്കര പേടിയാണ്. പക്ഷെ പകലൊക്കെ അവനിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും കേട്ടോ. കുറേ നേരം നോക്കി നിൽക്കും. ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര രസമായി. അപ്പോൾ നമ്മൾ ഈ ജേണി സൂവിൻ്റെ ജേണി അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കര ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ഞാൻ ഇത്രയും വലിയ സൂ ഇതിന് മുന്നേ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ബാക്കിയുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നാളെ വരുന്നതായിരിക്കും. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻസിലൂടെ അറിയിക്കണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ.